നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവഹിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായി, ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ഹാർട്ട്ഫുൾനെസ് സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ജീവിത യാത്ര, അതുതന്നെയാണ് എഡ്യൂക്കേഷൻ. നമ്മുടെ ഉള്ളിൽ നിന്നുമുള്ള ആ പൂർണ്ണതയെ എക്സ്പ്രസ് ചെയ്യുക, നമ്മുടെ യഥാർത്ഥ സ്വഭാവമായിട്ടുള്ള സ്നേഹത്തെ എക്സ്പ്രസ് ചെയ്യുക. ഇതാണ് ജീവിതത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ ആ എക്സ്പ്രഷൻ പല ലെവൽസിലൂടെയും കടന്നു പോകുന്നു. നമ്മൾ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ തൻ്റെ ഉള്ളിൽ തന്നെ ചുരുങ്ങിയിരിക്കുന്ന സ്നേഹം, അതാണ് നമ്മൾ മിനറൽ ലൈഫിൽ കാണുന്നത്. എക്സ്പ്രസ് ചെയ്യാത്ത ഒരു സ്റ്റേറ്റ്, എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ തന്നെ മോഷൻസ് ഉണ്ട്, പ്രകടമാവാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊള്ളുന്നത് പോലെ. അപ്പോൾ അവിടെ ആറ്റംസ് നിന്ന് മോളിക്യൂൾസ് ആവുന്നു, മോളിക്യൂൾസ് നിന്ന് സെൽസ് ഉണ്ടാവുന്നു. ഇതൊക്കെ ആ എക്സ്പ്രഷനുള്ള ആ ഒരു ഇൻവോളണ്ടറി ആയിട്ടൊരു ക്രേവിംഗ് ആണ്, ആ റെസ്റ്റ്ലെസ്സസ് ആണ്. അവിടെ നിന്നും ചെടികളിലേക്കും മൃഗങ്ങളിലേക്കും എല്ലാം വരുമ്പോൾ ഈ എക്സ്പ്രഷൻ കുറച്ചും കൂടി തീവ്രമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ചെടികൾ വളരുന്നു, സൂര്യന് നേരെ വളരുന്നു, എക്സ്പാൻഡ് ചെയ്യാൻ നോക്കുന്നു, ഫലങ്ങൾ വരുന്നു. ഈ ഫലങ്ങൾ കഴിച്ചിട്ട് പല ജീവികളും സന്തോഷം അനുഭവിക്കുന്നു. പക്ഷെ അത് ആ ചെടി അറിയുന്നില്ല. ചെടി അതിൻ്റെ എക്സ്പ്രഷനിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. അതിന് വേറെ ഒന്നും ആവാൻ പറ്റില്ല, അതിന് അങ്ങനെ തന്നെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം മൃഗങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി സങ്കുചിതമായിട്ട് വരുന്നത് കാണാം. അവരുടെ ജീവിതത്തിലേക്ക് അവരെ സെൽഫ് ഡോമിനൻ്റ് ആവുന്നത് കാണാം. ഇപ്പം മൃഗങ്ങൾ നോക്കിയാൽ സിംഹമായാലും നായയായാലും പൂച്ചയായാലും എല്ലാം അവർക്ക് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ അവർ വേറെ ആൾക്കാരായിട്ട് ഷെയർ ചെയ്യാൻ തയ്യാറാവില്ല. അപ്പോൾ ലോവർ ഓർഗാനിസംസിൽ ഉണ്ടാകുന്ന ഈ ഇൻവോളണ്ടറി ആയിട്ടുള്ള സ്നേഹത്തിൻ്റെ എക്സ്പ്രഷൻ അഹംബോധം ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണുന്നു. അത് മനുഷ്യൻ്റെ തലത്തിലേക്ക് എത്തുമ്പോൾ അത് വളരെയധികം എക്സ്പ്രസ്ഡ് ആവും. നമ്മുടെ ഉള്ളിലും ഈ എക്സ്പ്രഷനുള്ള ആ സാധ്യതയുണ്ട്. ഇപ്പോൾ കുട്ടിക്കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഈ തരത്തിലുള്ള സ്വാർത്ഥത ഇല്ല, നാച്ചുറലായിട്ടില്ല. പക്ഷേ അഹംബോധം ഡെവലപ്പ് ആകുമ്പോൾ ഇത് എൻ്റെ കളിപ്പാട്ടമാണ്, ഇത് എൻ്റെ
ബോളാണ്, ഇത് എൻ്റെ മുറിയാണ് എന്നുള്ള ആ ഫീലിംഗ് വരാൻ തുടങ്ങും. ഷെയർ ചെയ്യാനുള്ള താല്പര്യം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. പക്ഷേ അത് അല്ല വേണ്ടത്. ഈ അഹംബോധം കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ശരിക്കും ഷെയർ ചെയ്യണം എന്ന് മനസ്സിലാക്കേണ്ടതാണ് മനുഷ്യജീവൻ്റെ ലക്ഷ്യം എന്നുള്ളത് കുട്ടികൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ മുതിർന്നവർ അതുപോലെ ആയിട്ടുണ്ടാവും. ഈ കുട്ടിക്കാലത്ത് ഉണ്ടാവാത്ത ഈ നിസ്വാർത്ഥമായിട്ടുള്ള സ്വഭാവങ്ങൾ പിന്നെ വലുതാകുമ്പോൾ അത് വളരെയധികം പ്രശ്നങ്ങളുണ്ടാക്കും. ഇപ്പോൾ ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, സെൽഫിഷ്നെസ്സാണ് ഈ ലോകത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. നമുക്ക് പുരാണങ്ങളിൽ അതിൻ്റെ ഉദാഹരണങ്ങൾ കാണാം. ദുര്യോധനൻ ഒരിക്കലും വേറെ ആളുടെ സന്തോഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല. ശിശുപാലൻ, ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. രാക്ഷസന്മാർ, രാവണൻ, അവരുടെ സന്തോഷത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചു. അപ്പോൾ അത് എവിടെയാണ് അതിൻ്റെ പ്രോബ്ലം ഉണ്ടായത്? കുട്ടിക്കാലത്ത് കറക്ഷൻ ഉണ്ടായിട്ടുണ്ടാവില്ല. അന്ധനായിട്ടുള്ള ധൃതരാഷ്ട്രം സ്വന്തം കണ്ണ് കെട്ടിയിട്ട് അന്ധയായി ജീവിച്ച ഗാന്ധാരിയുടെ മകൻ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചു. രാവണൻ്റെ അമ്മ ആണത്ര പറഞ്ഞത്, നീ രാക്ഷസനാണ്. അങ്ങനെ രാവണൻ ഇത്ര പഠിച്ചിട്ടുള്ള ആളാണെങ്കിലും വേദപണ്ഡിതനായിരുന്നു, പക്ഷേ സ്വാർത്ഥനായി. അപ്പോൾ നമ്മൾ അറിവുണ്ടായിട്ട് കാര്യമില്ല, എക്സ്പ്രഷനിൽ നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ സന്തോഷം നമ്മൾ കണ്ടെത്താൻ സാധിക്കണം. അപ്പോൾ അത് കുട്ടിക്കാലത്ത് തന്നെ ഇത് മനസ്സിലാവുകയാണെങ്കിൽ, ഷെയറിങ്ങിൻ്റെ ഗുണം മനസ്സിലാക്കുകയാണെങ്കിൽ എവല്യൂഷൻ വളരെ സ്മൂത്താവും. ഉബുണ്ടു എന്നുള്ള സിദ്ധാന്തത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചതാണ്. ആഫ്രിക്കയിലുള്ള ഒരു ട്രൈബിൻ്റെ പ്രത്യേക തരത്തിലുള്ള ജീവിത രീതിയാണ്. ഐ ആം ബിക്കോസ് വി ആർ എന്നുള്ളതാണ് ഉബുണ്ടു. ഇപ്പോൾ കുറേ യൂറോപ്യൻസ് അവിടെ ചെന്നപ്പോൾ കുട്ടികൾ റണ്ണിങ് റേസ് നടത്തുന്നത് കണ്ടു. ഈ റണ്ണിങ് റേസിൽ ഒരു കുട്ടി വീണു. മറ്റുള്ള കുട്ടികളെ തിരിച്ചു വന്നിട്ട് ഈ കുട്ടിയെ എടുത്തുകൊണ്ട് ഒന്നിച്ചിട്ട് ഓടിയതാണ്. അപ്പോൾ അങ്ങനെ ഒന്നിച്ചിട്ടുള്ള മാത്രമേ വിജയമുള്ളൂ എന്നറിയാതെ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഉബുണ്ടു. വലിയൊരു ഫിലോസഫിയാണ്. അപ്പോൾ നമ്മുടെ കുട്ടികളും ഇത് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ശരിക്കും സന്തോഷം എന്ന് പറയുന്നത് എല്ലാവരും ഷെയർ ചെയ്യുമ്പോൾ കൂടുന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കണം. അപ്പോൾ മൊബൈലിലും അവരുടെ മുറികളിലും മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ കുട്ടികൾക്കിത് മനസ്സിലാവുന്നില്ല. പുറത്ത് പോയി കളിക്കുമ്പോൾ ഒരു ബോൾ കുറേ കുട്ടികൾ ഷെയർ ചെയ്യാം, ഒരു ക്രിക്കറ്റ് ബാറ്റും വിക്കറ്റ്സും കുറേ കുട്ടികൾ ഷെയർ ചെയ്യാം, ഒരു പുസ്തകം വായിച്ചിട്ട് എല്ലാ കുട്ടികളും ആ കഥ കേൾക്കുക, ഒരു ടെലിവിഷൻ എല്ലാവരും ഒന്നിച്ചിരുന്ന് കാണുക. ഈ കോൺസെപ്റ്റ്സ് ശരിക്കും ഇപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർക്കും അവരവരുടെ മൊബൈലുണ്ട്. ടെലിവിഷൻ ചിലപ്പോൾ ആരും നോക്കാനുണ്ടാവില്ല, ആരും അവിടെ കാണാൻ തന്നെ ചെല്ലില്ല. ഇപ്പോൾ വീട്ടിൽ ഇപ്പോൾ ഒരു കുട്ടി നമ്മൾ ഒന്നിച്ചിരുന്ന് കാണുക, അവർ നമ്മുടെ ഒപ്പം ഒന്നിച്ചിരുന്ന് കാണും ടെലിവിഷൻ. അത് ഞങ്ങളുടെ അനുഭവമാണ്. അത് നമ്മുടെ ഒപ്പം ഇരുന്ന് കാണുന്നതാണ് ഇഷ്ടം. പലപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടുന്ന പ്രോഗ്രാംസ് അവർ കൂടെ ഇരുന്ന് കാണും, അവർ ഇഷ്ടപ്പെടുന്ന പ്രോഗ്രാം അവരെ കൂടെ ഇരുന്ന് കാണും. അപ്പോൾ ഒന്നിച്ചിരിക്കുമ്പോഴുള്ള ആ ഒരു സന്തോഷം. അപ്പോൾ ആ സമയത്ത് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ഭക്ഷണം കഴിക്കാറാകുമ്പോൾ ഒരുമിച്ച് വിളിക്കുക, കുട്ടികൾ കഴിക്കുമ്പോൾ അവരെ കൂടെ ഇരുന്ന് കഴിക്കുക, എന്നിട്ട് പറയുക കുറച്ചുകൂടി കഴിക്കുക, അത് കഴിക്കുക, നല്ലതാണത് എന്ന് പറയുക. അപ്പോൾ അങ്ങനെ കുട്ടി കൂടുതൽ കഴിക്കും. ഒറ്റപ്പെട്ട് അവർ റൂമിൽ നിന്ന് കഴിക്കുമ്പോൾ അവർ എന്തൊക്കെയാണ് കഴിക്കാമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഫാസ്റ്റ് ഫുഡൊക്കെ ആയിരിക്കും അവർ ഇഷ്ടപ്പെടുന്നത്, അറിയാതെ ഇഷ്ടപ്പെടുന്നതാണ്. അത് പേരൻസിൻ്റെയും കൂടെയുള്ളവരെയും അശ്രദ്ധ കാരണമാണ്. അപ്പോൾ പലപ്പോഴും കുട്ടികൾ ഈ ഫാസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് കണ്ണുകളിൽ അസുഖം വന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഇപ്പോൾ അടുത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ അച്ഛനോട് ചോദിച്ചപ്പോൾ അവളതേ കഴിക്കുള്ളൂ എന്നാണ്, ഷവർമ്മ അതേ കഴിക്കുള്ളൂ എന്നാണ്. അത് ക്ലീൻ അല്ലാത്ത സറൗണ്ടിങ്സിൽ ഉണ്ടാക്കിയിട്ടുള്ള ഫുഡ്, അത് കണ്ണിനും ശരീരത്തിനും രോഗങ്ങൾ വരിക. അപ്പോൾ എന്തുകൊണ്ട് വന്നു? നാവിൽ മാത്രം സന്തോഷം, തൻ്റെ സന്തോഷം മാത്രം, തനിക്കിഷ്ടമുള്ളത് താൻ ചെയ്യും. അത് ചുരുങ്ങി മറ്റുള്ളവരെ പറ്റി ചിന്തിക്കാതെയായി മാറുന്ന ഒരു സ്റ്റേറ്റിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അവർ തന്നെ അറിയുന്നില്ല അവർ ശരിക്കും ഇത്തരത്തിൽ സ്വാർത്ഥന്മാരാണ് എന്നുള്ളത് അവർ തന്നെ അറിയാതെയായി മാറിയിരിക്കുന്നു. വീട്ടിലേക്ക് ആരെങ്കിലും വരുമ്പോൾ താഴേക്ക് ഇറങ്ങി വരാനും കൂടി താല്പര്യമില്ലാത്ത കുട്ടികൾ, മുഖത്ത് നോക്കി സംസാരിക്കാത്ത കുട്ടികൾ. ഇപ്പോൾ കൺസൾട്ടേഷൻ റൂമിലേക്ക് കടന്നു വരുന്ന കുട്ടികളെ ചെറുപ്പക്കാരെയും കാണുമ്പോൾ സങ്കടം തോന്നും. അവർ എക്സ്പ്രസ് ചെയ്യാൻ കൂടി അവർക്ക് അറിയുന്നില്ല, സംസാരിക്കാൻ അറിയുന്നില്ല. എങ്ങനെയാണ് ഒരു ഡോക്ടറോടോ ഒരു സിസ്റ്ററോടോ പെരുമാറുന്നത് അവർക്ക് അറിയില്ല. ഒരു പ്രായമുള്ള ഒരാൾ വരുമ്പോൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് അറിയില്ല. പ്രായമുള്ള ഒരാളെ കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു ചെറുപ്പക്കാരൻ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയോ, ഞാൻ എണീറ്റ് നിന്നിട്ട് അച്ഛനെയും അല്ലെങ്കിൽ പ്രായമുള്ളവരെ സഹായിച്ച് സീറ്റിലിട്ടുമ്പോൾ ഇയാൾ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് യാതൊരു താല്പര്യമില്ല ഈ പേഷ്യൻറ്റിൻ്റെ കാര്യത്തിൽ, ശ്രദ്ധിക്കുന്നുണ്ട് ഉണ്ടാവില്ല. എന്ത് മരുന്നാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയില്ല. ഈ പ്രായമുള്ളവർക്ക് എങ്ങനെ അറിയാൻ പറ്റുക? ഏത് ഗുളിക എപ്പോഴാണ് കഴിക്കുന്നത് അവർക്ക് അറിയുന്നുണ്ടാവില്ല. അവർ വിളിച്ചു ചോദിക്കാമെന്ന് പറയും. വീട്ടിലേക്ക് വിളിച്ചു ചോദിക്കുമ്പോൾ ആ അമ്മയ്ക്കോ അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല.
ഈ തരത്തിലുള്ള കൺഫ്യൂഷൻസ് സ്ഥിരമായിട്ട് ഹോസ്പിറ്റലിൽ കാണുന്നതാണ്, സ്കൂളുകളിലും ഇത് കാണുന്നതാണ്. കുട്ടി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഏത് സബ്ജക്റ്റാണ് പഠിക്കുന്നത് അറിയാത്ത പേരൻസ്. ഞങ്ങൾ ഒരിക്കലും ഒരു പാരൻറ്റ് ടീച്ചേഴ്സ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണ്ടായി എൻ്റെ മോളുടെ കുട്ടിക്കാലത്ത്. അപ്പോൾ ഒരു പേരൻ്റ് എണീറ്റ് വന്നിട്ട് ക്യാൻറ്റീനെ പറ്റി പറയണം, ക്യാൻറ്റീനിൽ ഫെസിലിറ്റി പോരാ, ഭക്ഷണം നന്നല്ല. അപ്പോൾ സ്കൂൾ പ്രിൻസിപ്പൾ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര മക്കളുണ്ട് പറഞ്ഞു. അപ്പോൾ എനിക്ക് 3 മക്കളുണ്ട്. അപ്പോൾ ഏതൊക്കെ ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കറിയില്ലേ നിങ്ങളുടെ കുട്ടികൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? അവിടെ ഞാൻ ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ കുട്ടികൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് അറിയില്ലേ? കുട്ടികൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് അറിയാത്ത ഒരു പേരൻറ്റിന് ക്യാൻറ്റീനെ പറ്റി പറയാൻ എന്താ അധികാരം? അപ്പോൾ ഇത് ആണ് നമ്മുടെ സിറ്റുവേഷൻ. ഇത് കുട്ടിക്കാണ് ഇത് കറക്റ്റ് ചെയ്യാത്തത്. ആ കുട്ടികളാണ് വലുതായിട്ട് പേരൻസ് ആവുന്നത്. അപ്പോൾ ഈ സ്വാർത്ഥതയുടെ ആ ഒരു ശൃംഖല വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ നിസ്വാർത്ഥതയിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇതാണ് ഹാർട്ട്ഫുൾനെസ്. തുടക്കത്തിൽ തന്നെ ഷെയറിങ്ങിൻ്റെ സന്തോഷം, നമ്മൾ എന്തെങ്കിലും കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം, നമ്മൾ ഒരാളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഹാർമണി, ഇത് കുട്ടികൾ അനുഭവിച്ച് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പിന്നെ അവർ വിടില്ല. ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമില്ല. എഡ്യൂക്കേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഘടകം നമ്മൾ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളതും കൂടി ഇന്ന് ഞാൻ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. അടുത്ത സെഷൻ വരെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.